അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അന്ധകാഴ്ച നൽകിയവനെ, കർത്താവ് ചെകിടിന് കേട് നൽകിയവനെ, കർത്താവ് ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവ് മഹോരോഗിച്ചപ്പെടുത്തിയവനെ, കർത്താവ് തലവാരോഗിച്ചപ്പെടുത്തിയവനെ, കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവ് കാനയിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി 50,000 പേർ കൊണ്ട് തീറ്റിപ്പൂറ്റിയവനെ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ. അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നിരുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത അഥവാ നമ്മൾ ചെയ്യുന്നതിൽ പ്രയാസമുള്ള, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഉള്ളത്. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയണത്, ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലാണ് കർത്താവിൻ്റെ സഹകരണം നമുക്ക് ആവശ്യമായി വരണത്. ആദിമസഭ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തില്ലേ? അതിൻ്റെ കാരണം അപ്പോസ്തലന്മാർക്ക് ആ ഒരു വലിയ ജനത്തിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഹീഡിയസ് ടാസ്ക്കായിരുന്നു. അതുകൊണ്ട് എന്തായത്, അവർ എപ്പോഴും പ്രാർത്ഥനയാണ്. ബൈബിൾ നോക്കട്ടെ, എപ്പോൾ നോക്കിയാലും ബൈബിളിൽ ആക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ഒരു ഭാഷ എന്താണ്? കർത്താവേ, ഞങ്ങൾക്ക് കഴിവില്ല എന്നാണ്. കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കണം. ഇപ്പം നമ്മളുടെ ഈ ഇവാഞ്ചലൈസേഷനൊക്കെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ദീഭവിച്ച് കിടക്കണ കാരണം, സഭയ്ക്ക് ഭയങ്കര കഴിവാണ്. എല്ലാത്തിനും ഡോക്ടറേറ്റൊക്കെ എടുപ്പിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അണ്ണന്മാരെല്ലാം കൊണ്ടൊന്ന് ചിന്തിക്കും, ആലോചിക്കും. കർത്താവിനെ പക്ഷെ ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്തയും ആലോചനയും കൂടുമ്പോൾ അനുസരിച്ചുകൊണ്ട് ദൈവാശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കും. വചനത്തിൻ്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സഭ പ്രവർത്തിക്കണമെങ്കിൽ മർക്കോസ് 16:20 വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എലൈറ്റ് ഗ്രൂപ്പിനോടൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫാദേഴ്സിനൊക്കെ പറയുകയാണെങ്കിൽ പറയും, ആദിമസഭയിലാണ് അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പിന്നീട് അടയാളത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല അടയാളം വർക്ക് ചെയ്യണത്. കർത്താവ് കൂടെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടയാളം വരണത്. കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു ബുദ്ധിയും ബോധവും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തുമാത്രം, ശരിക്കും പറഞ്ഞാൽ വചനം കൈമാറാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ വേറെ എന്താ ഉദ്ദേശം? പക്ഷെ പിന്നീട് വിദ്യാഭ്യാസം മാത്രം നമ്മുടെ ലക്ഷ്യമായി. നിങ്ങളെപ്പോഴും കർത്താവിനെ സഹകരിപ്പിക്കുന്നതിന് നല്ല പവർഫുൾ പ്രെയർ ഉണ്ടാകണം. ആ പ്രെയർ പറയണത് എന്താ? നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടാണ് ചെയ്യേണ്ടത്. അല്ല ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞൊരു സംഭവമില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പം മനുഷ്യന് അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ബൈബിൾ ഇടക്കിടക്ക് പറയും. ലുക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് ഇടക്കിടക്ക് ബൈബിൾ എന്തിനാ പറയണത്? നമ്മൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമാണെന്ന് തന്നെയാണ് ഈ പറയണത്. അതാണ് മനുഷ്യർക്കിത് പ്രയാസമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയത്തില്ലേ? ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഈശോ എന്താ പറയണത്? മനുഷ്യർക്കിത് അസാധ്യമാണ്. മത്തായി 19:26 എടുത്തേ.
യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. അപ്പൊ മനുഷ്യർക്ക് അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിട്ട് കളഞ്ഞാൽ പോരെ? അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? ഇല്ല, അടുത്തൊരു വാതിൽ തുറന്നു വെക്കുകയാണ്. എന്താണ്? ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാധ്യമായ ദൈവത്തെ ആശ്രയിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആ ഫയൽ ചേഞ്ച് ചെയ്യണമെന്ന് അർത്ഥം. എൻ്റെ ഇത് ജീവിതത്തിലുണ്ട് പല പ്രാവശ്യവും. ചില കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ല. ഓഫീസ് പേര് ഒന്ന് ചെന്ന് നോക്കിയേ, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ PR, നിങ്ങളുടെ വസ്തു വിൽപ്പന, നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി ഒന്ന് ചെയ്ത് നോക്കിയേ, ചിലതൊക്കെ ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്കിത് അസാധ്യമാണ്, പക്ഷേ അതുകൊണ്ട് ഒരു ഡെഡ് സ്റ്റോപ്പല്ല. ദൈവത്തിൻ്റെ ഇത് സാധ്യമാണ്, എല്ലാം സാധ്യം. അപ്പം ദൈവത്തിൻ്റെ ഇതിനത് ഉൾപ്പെടുത്താനുള്ള പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കണം. അതിലേറ്റവും നല്ല വാതിലാണ് ഇന്ന് സഭയെ തുടങ്ങിയിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ ആണ് ഈ ഉടമ്പടിയിൽ ശരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് ആ ഉടമ്പടിയുടെ ഫോർമുല കീപ്പ് ചെയ്ത് പോകണം. ദൈവത്തിന് ഈ വിഷയത്തിലേക്ക് കക്ഷി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടുകൾ, സമീപനങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പദ്ധതികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വിഷയങ്ങൾ നടക്കുന്നത്. യേശുവേ സ്തുതി. എൻ്റെ പേര് മെറീന, സ്ഥലം കോതമംഗലം. ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ PCOD എന്ന് പറയുന്ന പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറുകയും റെഗുലറായിട്ട് ഇപ്പം എനിക്ക് പീരിയഡ്സ് ആവുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. രണ്ടാമതായി എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വർഷമായിട്ട് വിദേശത്തേക്കുള്ള ജോലി ശ്രമിച്ചിരുന്നു. ക്യാഷ് കൊടുത്തിട്ട് പോലും, ഏജൻസി കൊടുത്തിട്ട് പോലും ആ ജോലി ആൾക്ക് ലഭിച്ചില്ല. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മന്ത് ആവുന്നുള്ളൂ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി December 4 ഉടമ്പടി എടുത്തു. January 8 എൻ്റെ ഹസ്ബൻഡിന് ഒമാനിൽ നല്ലൊരു ജോലി ലഭിച്ചു. മൂന്നാമതായി ഹസ്ബൻഡിന് വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീട് പൂർത്തീകരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പുതിയ വീട് പണിയുകയും ആ പുതിയ വീട്ടിലേക്ക് തന്നെ വിവാഹം കഴിഞ്ഞ് കയറാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫാദർ കിഡ്നി പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ നാളുകളിലൊക്കെ ശരീരം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും വളരെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഡയാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൈലം പുരട്ടുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ടോളറേറ്റ് ചെയ്യാൻ ആൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ബ്രദറിൻ്റെ ഫാമിലി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നല്ല ഒത്തൊരുമയോടുകൂടി പോകുന്നുണ്ട്. കൂടുതലായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആത്മീയമായി തന്നെ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും നന്നായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുർബാന മുടക്കാനോ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കാനോ എനിക്ക് പൊട്ടും ഒരു ഇതില്ല. കൂടുതലായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ മെച്ചപ്പെട്ടു വരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് മോളമ്മ, അമ്മയുടെ പേര് എൽസമ്മ. ഞങ്ങൾ 2019 ജൂൺ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൂപ്പളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2020 ജൂലൈ 2 ആയപ്പോൾ എനിക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആങ്ങളയുടെ കല്യാണം നടക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം മെയ് 27 കല്യാണവും നടന്നു. ഇത്രയേറെ അനുഗ്രഹം നന്ന ദൈവത്തിന് മാതാവിന് ഒരായിരം നന്ദി. വർഗീസ് മാത്യുവിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രാർത്ഥന നമുക്ക് കേൾക്കാം. തമ്പുരാനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ല,
പത്തനംതിട്ട ജില്ല അയിരൂർ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് അഗനസ് മലങ്കര കത്തോലിക്ക ചർച്ചാണ്. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 6 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അതിൽ 2 നിയോഗങ്ങൾ എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ആദ്യത്തെ നിയോഗം, എൻ്റെ മകൻ കാനഡയ്ക്ക് പോകാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. പലയിടത്തും അപേക്ഷിച്ചിട്ടും കിട്ടാതെ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അവൻ പോകുവാൻ സാധിച്ചു. ആ സമയത്ത് ഏകദേശം 30 ലക്ഷം രൂപ കടത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് അപേക്ഷകളും വന്നു. എങ്ങനെ പോകുമെന്നറിയാൻ വയ്യാതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ അനുജത്തിയുടെ അടുത്ത് പോയി ഈ ആവശ്യം പറയുകയും അവർ പറഞ്ഞു 2 വർഷത്തെ മുഴുവൻ ഫീസും അവൻ്റെ ചിലവുകളെല്ലാം ഞാൻ വഹിച്ചോളാമെന്നും പറഞ്ഞ് 2 വർഷത്തെ പഠിത്തം കഴിഞ്ഞു. ഇപ്പോഴാ കുടുംബത്തിന് ഞാൻ മാതാവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ് ജനുവരിയിൽ അവൻ്റെ പഠിത്തം കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞ് 15 സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു സ്ഥലത്തു നിന്ന് 4 മാസത്തെ ഒരു ജോലി അവന് കിട്ടി. ഞാനിവിടെ വന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറയാൻ ഞാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി 30 ലക്ഷം രൂപ കടവും ഈ പോയ പൈസയും എൻ്റെ കൊടുക്കാനുള്ളതാണല്ലോ. ഈ 4 മാസം കിട്ടിയാൽ എന്ത് ചെയ്യും? അവന് തുടർന്ന് അവിടെ ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാനീ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവൻ ചെയ്യുന്ന പ്രൊജക്റ്റിനെയും അധികാരികളെയും ആ കമ്പനിയെയും ഞാൻ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ആ ബോർഡിൽ എൻ്റെ പേരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യൻ സമയം രാത്രി 12 മണിയുടെ ഞാൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 7 മണിക്ക് ഫോൺ വന്നു. എത്ര വർഷം വേണേലും ജോലി തുടർന്ന് ചെയ്യാമെന്ന് ആ കമ്പനി ലെറ്റർ കൊടുത്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഏകദേശം 35 വർഷമായി ഞാൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ 82 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആ പേപ്പറിൽ ഏതോ ഒരു മിസ്റ്റേക്ക് കാരണം ഈ വർഷം മെഡിക്കലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കാർഡ് വന്നു, ഫാമിലിയുടെ കാർഡ് വന്നില്ല. ഞാൻ പോയി തിരക്കിയപ്പോൾ പറഞ്ഞു അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാസത്തിലും പേരിലും ഏതോ മിസ്റ്റേക്കുണ്ട്, അതിനാൽ തടഞ്ഞു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം 3 പത്രങ്ങളിൽ ഏകദേശം ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് 6000 രൂപയാണ്. ഏകദേശം 20,000 രൂപ മുടക്കി ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയായി വന്നില്ല. 2021 ഡിസംബറിൽ 4ാമത്തെ പ്രാവശ്യം ഞാൻ 3 പത്രങ്ങളിൽ കൊടുത്ത് പരസ്യം ചെയ്തു. പോസ്റ്റ് ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു, ഇനിയും ഈ പേപ്പർ തിരിച്ചു തരരുത്, ഇതെടുക്കുന്ന ആൾ അമ്മയുടെ മുഖം കണ്ട് ഇതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 2022 എനിക്കൊരു സന്തോഷം അമ്മ തരണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ മരിച്ചു പോയാൽ കൂടെ എൻ്റെ ഫാമിലിക്ക് ഈ ബെനിഫിറ്റുകളൊന്നും കിട്ടത്തില്ല. 2022 19-ാം തീയതി ഓഫീസിൽ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എല്ലാ പേപ്പറുകളും ശരിയായി. 2025 എൻ്റെ കൈവശം എല്ലാ പേപ്പറുകളും ശരിയായി വന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഞാൻ ഒല്ലൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 2019 ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ബിസിനസ് വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു പോയിരുന്നത്. ഉടമ്പടി എടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ബിസിനസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ആ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പിന്നെ ഉടമ്പടിയിൽ ഞാൻ 2ാമതായി വെച്ചിരുന്നത് എൻ്റെ ഒരു സഹോദരൻ വർഷങ്ങളായി വീട്ടിൽ വരാറില്ലായിരുന്നു. അവൻ BSNL ഓഫീസറായി ജോലി കിട്ടി ബാംഗ്ലൂർക്ക് പോയതാണ്. അവിടെ വെച്ച് അവൻ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി ഹൈന്ദവ വിശ്വാസത്തിലേക്കായി. പിന്നെ സ്വാമിമാരെ പോലുള്ളൊരു ആശ്രമ ജീവിതമായിരുന്നു. അവന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ ഉടമ്പടിയിലെ കാര്യം വെച്ചിരുന്നു. അവൻ 2021 ഓഗസ്റ്റ് 3 വീട്ടിൽ തിരിച്ചു വന്നു. അവൻ 9 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഏതോ ഒരു ശക്തി അവനെ കൊണ്ട് അത് ചെയ്യിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. 3ാമതായി മകൾക്ക് 10th 91% മാർക്ക് ലഭിച്ചു. അവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു.
പിന്നെ അപ്പൻ സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു 2 നേരവും. അപ്പൻ സ്ഥിരമായ മദ്യപാനം നിർത്തി. ഇപ്പോൾ ആൾ ഒഴിവ് സമയത്തൊക്കെ ബൈബിള് വായിക്കുന്നുണ്ട്. അതാരും പറയാതെ തന്നെ ആൾ സ്വയം ചെയ്യുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അത് ട്യൂബിലായിരുന്നു പ്രഗ്നൻസി. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ട്യൂബ് റപ്ചറായി സർജറി ചെയ്ത് ലെഫ്റ്റ് ട്യൂബ് എടുത്തു കളഞ്ഞു. അതുകൂടാതെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ 1 ഇയറിനടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി ജനുവരി മാസത്തിലാണ് എടുത്തത്. പിറ്റേ വർഷം ജനുവരിയിൽ കറക്റ്റ് 1 വർഷമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടാമെന്ന് പറഞ്ഞു. അതുപോലെ മരിയ എന്നവർക്ക് പേരിടുകയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ അന്ന് വയറേ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രോസസ്സിങ്ങിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിനാണെങ്കിലും എക്സാംസിനാണെങ്കിലും ഒക്കെ ഞാൻ കാശ് രൂപം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചതും പഠിച്ചതും. അതിൻ്റേതായ അനുഗ്രഹം മുഴുവൻ എനിക്ക് പ്രോസസ്സിങ്ങിലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയോടെ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഫുഡ് അലർജി മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചെയ്തുതന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അറിയിക്കും. എത്ര വർഷമായിട്ടുള്ള അലർജിയാണത്? ഓൾമോസ്റ്റ് 20 വർഷമായിട്ടുള്ള ഫുഡ് അലർജിയാണ് മാറിക്കിട്ടിയത്. എൻ്റെ പേര് അഞ്ജു. ഞാൻ വരുന്നത് എറണാകുളം വൈപ്പിനിൽ നിന്നാണ്. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതിനൊരു 3 മാസം മുൻപായിട്ട് എനിക്ക് കോവിഡ് വന്നായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്താണോ എന്ന് അറിയില്ല. കാലിൻ്റെ നഖം പൊട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. അപ്പം ഞാൻ തന്നെ പൊടിക്കൈകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. പക്ഷെ എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ നിന്നും ഒരു ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് പച്ചമരുന്നുകൾ ഉപയോഗിച്ചു, എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങൾ നവംബറിൽ കൃപാസനത്തിലേക്ക് വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗം വെച്ചപ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പിന്നെ ഓർക്കുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയിട്ട് കുരിശ് വരച്ച് കാലിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അത് മുഴുവനായിട്ടും ഹീലിംഗ് ആയി. ഇപ്പോൾ ഒരു പാട് പോലും എൻ്റെ തള്ളവരലിൽ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഹീലിംഗ് ആയി. ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. വെള്ളവും അതുപോലെ തന്നെ പൊട്ടി ഒട്ടും പൊറുക്കാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ചെറിയ മുറിവാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, 16 വർഷമായിട്ട് ഞാൻ മുടി കൊഴിച്ചിൽ മൂലം ഞാൻ വിഷമത അനുഭവിക്കുകയാണ്. അതായത് ഏകദേശം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ 1 മാസമായിട്ട് ഉടമ്പടി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു. അതിനുശേഷം 1 മാസമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു മുടി പോലും കൊഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ട്രാവൽ ചെയ്യാം. എനിക്ക് 16 വർഷമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. ഇപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഒരു മുടി പോലും പോകുന്നില്ല. അത് എന്തൊരു അത്ഭുതമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മുടി പോലും പോകുന്നില്ല. അത്രയ്ക്ക് മുടി പോകുമായിരുന്നു. കുളിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരിതായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ ഒരു മുടി പോലും പോകുന്നില്ല എന്നുള്ളത് എനിക്കൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് ഒരു 2 മാസമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദന. അപ്പോൾ അവൾ 1-2 തവണ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ മെഡിസിൻസ് കൊടുത്തു. എന്നിട്ടും മാറുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് മരുന്ന് കൊടുത്തു വിട്ടു. ഒരു ദിവസം അവൾക്ക് ഒട്ടും പറ്റണില്ല. എണീക്കാനും ഇരിക്കാനും നടക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ അനുവിനോട് പറഞ്ഞു, അവളിപ്പോൾ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അനു എൻ്റെ അടുത്ത് അമ്മയുടെ കാശ് രൂപം ഉണ്ടല്ലോ, നമുക്കൊന്ന് വെച്ച് പ്രാർത്ഥിക്കാം, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനു പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ. ഞാൻ 7 നന്മ നിറഞ്ഞ മറിയമേയും 7 സ്വർഗസ്ഥനായേയും ചൊല്ലിയിട്ട് ആ കാശ് രൂപം അവളുടെ നടുവിൽ വെച്ചു.
അപ്പോൾ അവൾ പറഞ്ഞു ഇതിന് ഭയങ്കര ചൂട്, അസഹനീയമായ ചൂട് വരുന്നെന്ന് പറഞ്ഞു, ഭയങ്കര ചൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തേ പറയുന്നത്? കാശുരൂപം പിടിച്ചേക്കണ ഞാനല്ലേ, അത് തണുത്താണല്ലോ ഇരിക്കുന്നത്, എനിക്ക് ചൂടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്ക് ഭയങ്കര ചൂട്, നടുവിന് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അമ്മ സൗഖ്യം തന്നതാണെങ്കിലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അത് പറഞ്ഞിട്ട് പതുക്കെ ഒന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയേനോ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, എൻ്റെ നടുവേദന മാറിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം വരെയായിട്ടും അവൾക്ക് ആ നടുവേദന വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രമാണ്, അതല്ലാതെ യാതൊരു മെഡിസിൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ ഈ നിമിഷം അറിയിക്കുകയാണ്. എൻ്റെ പേര് അന്നമ്മ ചാക്കോ. ഞാൻ അങ്കമാലിയിൽ ദേവഗിരി എടപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഇടുക്കിയിലായിരുന്നു. എനിക്ക് 1990 ഓഗസ്റ്റ് മാസം 21 ഞാൻ പണിതുകൊണ്ടിരിക്കും മൺതിട്ട ഇടിഞ്ഞ് വീണ മൺതിട്ട ഇടിഞ്ഞ് വീണ മണ്ണിനടിയിൽ പോയി. എന്നെ മണ്ണിനടിയിൽ നിന്നും 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിട്ടാണ് മാന്തിയെടുത്തത്. ഒരുപാട് ആശുപത്രികളെ കയറിയിറങ്ങി ചികിത്സിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ നടുവേദന നട്ടെല്ലാം അകന്നു പോവുകയും പൊട്ടുകയും ചെയ്തു. ഈ അടുത്ത വശത്തെ മുട്ട് വളഞ്ഞു പോയി. കൈക്കും കാലിലൊന്നും ശക്തിയില്ലായിരുന്നു. എനിക്ക് ഇരുന്നാൽ എണീക്കാൻ പറ്റിയല്ല, നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ തലകറക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ 32 വർഷം കഴിഞ്ഞു. ഓഗസ്റ്റ് 21 വന്നപ്പോൾ 32 വർഷം കഴിഞ്ഞു. ഇവിടെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല. എൻ്റെ എനിക്കൊരു മോനേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. മോന് 15 വർഷമായി മദ്യപാനമായിരുന്നു. കൂലിപ്പണിക്ക് പോവുകയാണ്. അന്നേരം കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ നടന്നു. എനിക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഈ പത്രം വായിച്ചപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ വന്ന് മാതാവിനോട് പറയാം, എനിക്ക് വേറെ ആരുമില്ലല്ലോ അമ്മയെന്ന് വിളിക്കാൻ, ഈ ലോകത്തിൽ ആരുമില്ല. ഇവിടെ വന്ന് അമ്മയോട് സങ്കടം പറയാമെന്ന് വിചാരിച്ച് വന്നു. വണ്ടിയെ കയറുമ്പോഴൊക്കെ ഛർദിയാണ്, തലകറക്കം, ഛർദി, തലവേദന. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഇവിടെ മുട്ടുകുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ എങ്ങനെയാണ് മുട്ടുകുത്തുക, എന്നെ ആരെങ്കിലും കയ്യെ പിടിച്ച് നിർത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് മുട്ടാൻ നിൽക്കാൻ വയ്യ, നടുകുനിയാൻ വയ്യ, ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക, എന്നെ സഹായിക്കണേ, ഞാനവിടെ തലകറങ്ങി വീഴരുതേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പോൾ ആരും കയ്യെ പിടിക്കാതെ ആദ്യമായിട്ട് മുട്ടൻ നിന്ന് ഞാൻ പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന ഉണ്ടെങ്കിലും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എല്ലാവർക്കും അതിശയമാണ്, ഞാനിപ്പോൾ ഇത്രയും നല്ലപോലെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു 60 വയസ്സ് പോലും തോന്നിയല്ല. അമ്മ അനുഗ്രഹിച്ചതാണ്. ഞാൻ സുന്ദരിയായ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മയെ എനിക്ക് ആരോഗ്യവും ശക്തിയൊക്കെ എനിക്ക് തന്നു. മോൻ്റെ ഭക്തിമാനം മാറി. പിന്നെ 40 വർഷമായിട്ട് എനിക്ക് ഓഹരിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. 3ാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈൻ വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത് ഫോൺ മേടിക്കണമെന്ന്. ഞങ്ങൾക്ക് ഫോണൊന്നുമില്ലായിരുന്നു, ഫോൺ മേടിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും 9,000 രൂപ മുടക്കി ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഫോൺ, അത് അമ്മ കിട്ടിയിട്ട് മേടിച്ച് തന്നാൽ തോന്നുന്നു. മോനൊട്ടും താല്പര്യമില്ലായിരുന്നു ഫോൺ മേടിക്കാൻ. കൂലിയില്ല വേലയില്ലാതിരിക്കുന്ന സമയത്താണ് അമ്മയെ ഫോൺ മേടിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഫോൺ മേടിച്ചു. ഇപ്പോൾ തോണ്ടിയെടുക്കാനൊക്കെ ഞാനും കുറേശ്ശെ പഠിച്ചു. ദൈവം എനിക്ക് സഹായിച്ചു. അങ്ങനെ 3ാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈൻ വഴി പ്രാർത്ഥന കൂടിക്കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ഫോണുകൾ ഒന്നിച്ച് പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു 8 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, അവിടെ വേറൊരു വീട്ടുകാർ വന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ശല്യമാകില്ലേ മോളെ, അതുകൊണ്ട് നിനക്ക് അത് തന്നെ ഞങ്ങൾ മേടിച്ച് തരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് മേടിക്കണേ 10-12 ലക്ഷം രൂപയാകും. എവിടെ നിന്ന് 10-12 ലക്ഷം? സ്വപ്നം കാണാൻ